ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ ഇവിടെ പെരുമ്പാവൂർ പുല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുല്ലുവഴിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരണം. എക്സാക്റ്റ് സ്ഥലം നമുക്ക് അവരോട് ചോദിക്കാം. ഇവിടെ വന്നത് വിഷ്ണുവിനെ കാണാനാണ്. വിഷ്ണുവിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. വിഷ്ണു വീൽ ചെയറിലാണ്. സൗണ്ട് കിട്ടുന്നുണ്ടാവുമായിരിക്കില്ല. വിഷ്ണു വീൽ ചെയറിലാണ്, അതായത് ഞരമ്പിൻ്റെ പ്രശ്നമാണ്. ആൾക്ക് സർക്കാർ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവരോട് ചോദിക്കാം. വിഷ്ണുവിൻ്റെ വീടാണ് നിങ്ങളീ കാണുന്നത്, വൈഷ്ണവം. ഇവിടെ ഇതാ റോഡ് സൈഡിൽ ഇങ്ങനെ തന്നെയാണ്, ഇതാണ് വീട് കേട്ടോ. ഇവിടെ റാമ്പൊക്കെ സെറ്റ് ചെയ്തതാണ് വിഷ്ണുവിന് പോകാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. വിഷ്ണു, ഹലോ. അപ്പോൾ ഇതാണ് വിഷ്ണു. എന്തൊക്കെയാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ബാങ്കിൽ പോയില്ല അല്ലേ? ഇല്ല, ഇന്ന് പോയില്ല. ചെറിയൊരു പനി പോലൊക്കെ ആയിട്ട് ഇന്ന് ലീവായതാണ് കേട്ടോ. വിഷ്ണു ഒരു ഞരമ്പിൻ്റെ ഒരു വിഷയം കൊണ്ട് വന്ന അല്ലേ? അതെ, ശരീരത്തിന് ഒരു ബലക്കുറവ് കാര്യങ്ങൾ. ചെറിയൊരു ബലക്കുറവുണ്ട്. അതെ, കൈ കൊണ്ട് പിന്നെ എഴുതാനും അങ്ങനെ ചിത്രം വരക്കാനും അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതെ, കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു കൊടുക്കലാണ്. അപ്പോൾ തനിയെ സ്വന്തം കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അതെ, നമ്മൾ ആ കാറ് വിഷ്ണുവിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. ആ വണ്ടിയിലാണ് ബാങ്കിൽ പോവാറും മറ്റുമൊക്കെ. പിന്നെ പിന്നിലുള്ള ചിത്രക്കാർ വരച്ചതാ? വിഷ്ണു വരച്ചാണോ? രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ വിഷ്ണു വരച്ച ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിന് ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ കൈ ഉപയോഗിച്ചിട്ട് അതൊക്കെ. പിന്നെ ഒരു അടിപൊളി ചിത്രം വേറെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇത് വിഷ്ണു വരച്ച ചിത്രമാണ്. അതുപോലെ ഇതും വിഷ്ണു വരച്ച ചിത്രമാണ്. അപ്പോൾ വിഷ്ണുവിനിപ്പോൾ എത്ര വയസ്സായി? 34 വയസ്സിലാ? 34 വയസ്സാണ് ആയത്. നമുക്ക് നല്ലൊരു വധുവിനെ കണ്ടെത്തണം അല്ലേ? ദൂരമൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സിനുടമയെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് അവരുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു വധു വരിക എന്നുള്ളതാണ്. വിഷ്ണു എത്ര വരെയാണ് പഠിച്ചത്? ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലാ? അതിനുശേഷം PSC വഴി ജോബ് കിട്ടിയാണോ? ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ട്. ബാങ്ക് ഓഫ് ബറോഡ അല്ലേ? അത് പെരുമ്പാവൂർ അല്ലേ? കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? സെൻട്രലൈസ്ഡ് ബാങ്ക് അല്ലേ? അതെ അതെ അതെ. വിഷ്ണുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ആയതാണ്. GST ഡിപ്പാർട്ട്മെൻറ്റിലേനു അല്ലേ? അതെ, അതിൽ നിന്ന് റിട്ടയർ ആയതാണ്. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതാണ്. വിഷ്ണു ഒറ്റ മോനാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന നല്ലൊരു പാർട്ട്ണർ ആയിരിക്കണം. അമ്മ എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഡിമാൻഡോ കാര്യങ്ങളോ എന്താ ഉണ്ടോ? ഒരു ഡിമാൻഡും ഇല്ല. അവന് കെയർ ചെയ്യണ ഒരു കുട്ടിയായിരിക്കണം, അത്രേ ഉള്ളൂ. അതെ. വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മയ്ക്ക് പറയാനുണ്ടോ? വിഷ്ണു എൻ്റെ അഭിപ്രായത്തിൽ വിഷ്ണു നല്ല മിടുക്കനാണ്. നല്ല എന്താ പറയുക, അവൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അവൻ ഇത്രയും വരെ ആയത്. അതെ, അവൻ്റെ നല്ല വിൽ പവറാണ് അവന്. പഠിച്ച് ഒരു ഗവൺമെൻറ് ജോബ് നേടുക എന്നുള്ളത് എക്സാമൊക്കെ സ്വയം എഴുതിയതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവന് കൈക്കൊക്കെ ഒരു ബലക്കുറവുണ്ട് എങ്കിൽ പോലും അവനൊരു സ്വന്തമായിട്ട് സ്ക്രൈബിനെ പോലും വെക്കാണ്ട് എക്സാമൊക്കെ എഴുതി ജോബൊക്കെ നേടി. അതൊരു വലിയ കാര്യം തന്നെയാണ് വിഷ്ണു. കാരണം ചെറിയ ബുദ്ധിമുട്ടുള്ളവർ വരെ സ്ക്രൈബിനെ അങ്ങ് വെച്ചേക്കും, റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വിഷ്ണു ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അല്ലേ, അത് വിൽ പവർ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അതെ, അവൻ ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് ചേർന്ന് 21ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ തന്നെ ബാങ്ക് കോച്ചിങ്ങിന് ചേർന്ന് 22ാമത്തെ വയസ്സിൽ അവൻ ബാങ്കിൽ ജോലിക്ക് കയറി. നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? അങ്ങനെ ഏജിൻ്റെ ഒരു കാര്യം സെയിം ഏജ് വരെ നോക്കാവോ? അല്ലെങ്കിൽ അതിൽ മുകളിൽ ഒരു 38 വയസ്സൊക്കെ ആണെങ്കിൽ ഒരു 30-40 ഉള്ളിൽ വരെ ഒക്കെ നോക്കാം അല്ലേ? മാക്സിമം 40 ഉള്ളിൽ, അതിൻ്റെ താഴെയുള്ള ആലോചന വരെ നമുക്ക് നോക്കാം. പിന്നെ ഡിവോഴ്സ്ഡ് ആയതോ അല്ലെങ്കിൽ കുഴപ്പമില്ല. അതൊന്നും ഡിവോഴ്സ് ആയതോ മരിച്ചോ അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല.
പിന്നെ മക്കളുള്ള ആലോചന ഒരു കുട്ടിയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, അവൻ നോക്കിക്കോളും. അല്ല അവൻ തീർച്ചയായും അല്ലേ വിഷ്ണു? ആ അതെ, ഒരു കുട്ടിയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു സ്നേഹം കൊടുത്ത് നല്ല രീതിയിൽ നിന്നോളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരുണ്ട് ഡിവോഴ്സായിട്ടും ഇങ്ങനെ നമുക്കൊരു നിങ്ങൾക്ക് വേറെ ഇവിടെ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നല്ലൊരു ഗവൺമെൻറ് ജോബ് ഉള്ളതാണ്, ഒലിക്ക് സ്വന്തം വീട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലേ? ഫിനാൻഷ്യലി അങ്ങനെ ബുദ്ധിമുട്ടും വിഷയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അതെ. ഇപ്പോൾ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. കാരണം ബുദ്ധിമുട്ടുള്ള ഒരാൾ നമുക്ക് പറ്റത്തില്ല അല്ലേ? കാരണം അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണമല്ലോ. അപ്പോൾ അല്ലാണ്ടുള്ള വേറെ ഒരു കണ്ടീഷനും നമ്മളിവിടെ വെക്കുന്നില്ല അല്ലേ? അതെ. അപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിച്ച് പോവാം. വിഷ്ണുവിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും പിന്നെ അമ്മ ആയാലും നല്ല ഓക്കെയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല ലെവലിൽ ജീവിച്ച് പോവുക. പക്ഷേങ്കിൽ അവനെ സ്നേഹിക്കണം, മരണം വരെ കൂടെ നിൽക്കണം. കുറച്ച് കഴിയുമ്പോൾ വേണ്ടിയിരുന്നില്ല, ഞങ്ങൾക്ക് പറ്റൂല ഒന്നും പറയരുത്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് A to Z കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നിങ്ങൾ മുമ്പോട്ട് വരാൻ. വിഷ്ണു, വേറെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ലില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ സ്നേഹിക്കാൻ പറ്റിയ ഒരു കുട്ടി, അതെ, അത്രയേ ഉള്ളൂ. തീർച്ചയായും അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. അതെ, ഒന്നും പറയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും മോനെ നോക്കണം, അത്രേ എനിക്ക് ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ആ കുട്ടി ഇവൻ്റെ കാര്യങ്ങളും നോക്കിയാൽ മതി, മറ്റു കാര്യങ്ങളും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിൽ കിട്ടുന്നില്ല അല്ലേ അമ്മ? കറക്റ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്മ ഇവൻ്റെ കാര്യത്തിലൊരു കെയർ ഉണ്ടായാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മേൻ്റെ ഒരു മാനസികാവസ്ഥ, അതായത് മോന് നമുക്ക് കാലശേഷം മോനിക്ക് ആരാണെന്നുള്ളൊരു ഭയങ്കരമായൊരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതിൻ്റെ മുമ്പൊക്കെ ഒരുപാട് പേരൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഭർത്താവ് പിന്നെ ഉപേക്ഷിച്ച് പോയി, നോക്കിയില്ല, ഡിവോഴ്സായ ഒരു മോനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സേഫായിട്ടുള്ളൊരു ഇടവും നല്ലൊരു സ്നേഹനിധിയായ ഒരു ഫാമിലിനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. പക്ഷെ നിങ്ങളും അതേപോലെ ആത്മാർത്ഥത ഇവരോട് കാണിക്കണം, അത്രേ പറയാനുള്ളൂ. കാരണം പറ്റിച്ച് പോകുന്ന ആൾക്കാരൊന്നും വരരുത്. അങ്ങനെ ചെയ്യുന്നവർ വന്നാൽ ഒരിക്കലും നിങ്ങൾ അതുവഴി നന്നാവുകയില്ല. ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ കാരണം ഒരു ഫാമിലി സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഓരോ അർത്ഥങ്ങളുണ്ടാവും, ഓരോ ജീവിതത്തിന് ഓരോ അർത്ഥമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. വിഷ്ണുവിന് നല്ലൊരു പാർട്ട്ണറിനെ എത്രയും പെട്ടെന്ന്